ഇന്ന് നമ്മുടെ പല പള്ളികളും ശുഭത്തിന്റെ പള്ളികളാണ്. അതായത് അത് ഹലാലാണോ ഹറാമാണോ എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് നമ്മുടെ കയ്യിൽ ഇല്ല. പല അറബി പള്ളി അങ്ങനെയാണെന്ന് പറയല്ല, അല്ലാന്നും പറയല്ല. പഴയ കാലത്ത് നമ്മൾ നിലനിരുന്ന പള്ളിയിൽ ഒന്ന് അതിന് റൂഹുണ്ടായിരുന്നു, രണ്ട് അതിൽ ചെലവഴിക്കപ്പെട്ട പണം ശുദ്ധമാണെന്ന് 100% നമ്മൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് ആസ്ക് ദി സ്കോളർ വിത്ത് ഷെയ്ഖ് റഹ്മത്തുള്ള പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നസീം പാണ്ടിക്കാട് അയച്ചിരിക്കുന്ന ഒരു ചോദ്യം. പ്രിയപ്പെട്ട ഉസ്താദ്, നൂറ്റാണ്ടുകളായി നിലനിന്ന നമ്മുടെ നാടുകളിലെ പുരാതനമായ മസ്ജിദുകളും സ്രാമ്പികളും തകർത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്ന തിരക്കിലാണ് നാം. ത്യാഗികളും സാത്വികരുമായിരുന്ന നമ്മുടെ പൂർവികർ വിയർപ്പൊഴുക്കി നിർമ്മിച്ച പള്ളികൾ നിർദാക്ഷിണ്യം തകർത്ത് നിർമ്മിക്കുന്ന ഈ ആധുനിക നിർമ്മിതികൾക്ക് പഴയ പള്ളികളിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ലഭിച്ചിരുന്ന യാതൊരു വിധത്തിലുള്ള ആത്മീയ ഉണർവും ലഭിക്കുന്നില്ല എന്നതും നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സത്യമല്ലേ? ഈ വിഷയത്തിൽ ഉസ്താദിൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നസീം പാണ്ടിക്കാട് ഉന്നയിച്ച ആ ഒരു ചോദ്യം സത്യത്തിൽ കേവലം ഒരു നസീം പാണ്ടിക്കാടിൻ്റെ മാത്രം ആത്മസംഘർഷത്തിൻ്റെ ഉൽപ്പന്നമല്ല. കേരളത്തിൽ ഇന്ന് ജീവിക്കുന്ന പാരമ്പര്യ ബോധമുള്ള, നമ്മുടെ സ്വത്വബോധമുള്ള ഏതൊരു മതവിശ്വാസിയെ, ഒരു മുസ്ലിം മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇടയ്ക്കിടെ ഓർക്കുകയും വേബധു കൊള്ളുകയും വിഷമിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട, എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇനി പലപ്പോഴും തിരിച്ചെടുക്കാൻ കഴിയാത്തതും, ഇപ്പോഴെങ്കിലും നാം ഉണർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ തനിമ പൂർണ്ണമായി നശിപ്പിച്ച് കളയുകയും ചെയ്യും എന്ന ഒരു ആശങ്കയിൽ നിന്നാണ് സത്യത്തിൽ ഈ ഒരു ചോദ്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായ നിർമ്മിതികളായിരുന്നു നമ്മുടെ പള്ളികൾക്കുണ്ടായിരുന്നത്. അതായത് വളരെ പാരമ്പര്യ തനിമയുള്ള, നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളിലേറെ തന്നെ നിലനിന്നിരുന്ന നിർമ്മിതികൾ. അതായത് അതിൻ്റെ കെട്ടിലും മട്ടിലും അതിൻ്റെ ഭദ്രതയിലും ശക്തിയിലൊക്കെ നല്ല ഉന്നതമായ പള്ളികൾ. അതിൻ്റെ വാസ്തുശില്പ ചാതുര്യത ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ടുണ്ടായിരുന്ന ഗുണങ്ങൾ എന്തെന്നാൽ അവിടേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു ആത്മീയമായ ഒരു ഉണർവ്, ആ പള്ളിയിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചൈതന്യം, അവിടെ ഉണ്ടായിരുന്ന ആരാധനയ്ക്ക് ഒരു പ്രത്യേകമായ ആത്മീയമായ ഒരു അനുഭവം, ഇതെല്ലാം ധാരാളം നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഉദാഹരണം പറയാ, എൻ്റെ ഉമ്മാടെ നാടിലും ബാപ്പാടെ നാട്ടിലും ഉണ്ടായിരുന്ന പള്ളികളൊക്കെ വളരെ വളരെ കാലം പഴക്കമുള്ള, ഉമ്മാടെ നാട്ടിൽ വളരെ പഴക്കമുള്ള പള്ളിയായിരുന്നു പാണ്ടിക്കാട്. ഞാൻ പാണ്ടിക്കാട്ടുകാരനാണ്, അടിസ്ഥാനപരമായി ഉമ്മാടെ നാട് പാണ്ടിക്കാട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പള്ളികൾ എന്ന് പറഞ്ഞാൽ ആ പള്ളിക്ക് അകത്തെ പള്ളി പുറത്തെ പള്ളി, മുത്തോളം അങ്ങനെ തന്നെയാണ്. അകത്തെ പള്ളി എന്ന അതിമനോഹരമായ കലാപരമായ ചില വർക്കുകൾ, പഴയകാല നിർമ്മിതികൾ, ആ മെഹ്റാബ്, അതേപോലെ തന്നെ മിമ്പർ, അതിൻ്റെ ഒന്നാം പള്ളി എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ 9 മണി 9:30 ആകുമ്പോഴത്തിന് വയസ്സന്മാരെ കൊണ്ട് നിറയും. ഒരു 65, 70, 75, 80 വയസ്സ്, 90, 100 ആ വയസ്സുള്ള ആളുകൾ മാത്രമേ ആത്തേപ്പള്ളിയിൽ ഉണ്ടാകൂ. ആരെങ്കിലും വല്ല സഹായികളായി 1 2 സഹായികൾ പോയാലായി, ബാക്കി ആരും അങ്ങോട്ട് കയറൂല. അവിടെ ഒരു ദബിയുൻ നഹലി എന്ന് പറയും പോലത്തെ ഒരു ശബ്ദം, അതായത് എല്ലാവരും ഇരുന്ന് ഖുർആനോടും, പിന്നെ സ്വലാത്ത് വീണ്ടും ആവർത്തിക്കും, ചിലപ്പോൾ അൽക്കഫ് വീണ്ടും ആവർത്തിക്കും. ആ പള്ളിയുടെ അകത്ത് കയറുന്നേരം ഞങ്ങളെപ്പോലത്തെ ആളുകൾക്കൊരു പ്രത്യേകമായ, ആ പള്ളി നമ്മളെ മനസ്സിൽ എന്നും അതായത് ഉണർവോടുകൂടെ ജീവിക്കാണ് ആ പള്ളി. പിന്നെ അതേപോലെ അതിനനുബന്ധിച്ച ഒരു പുറത്തെ പള്ളി, അതിലേക്ക് പോകുന്ന വഴി, ഹൗല് പറഞ്ഞാൽ ഒറ്റക്കല്ല്, ഒരു 3-4 കല്ലുകൾ കൊണ്ട് തീർത്ത് കല്ലിനുള്ളിൽ നിൽക്കുന്ന വെള്ളം, വെള്ളി പോലെയുള്ള വെള്ളം. അതിന് മുകളിൽ ഒരു കൊട്ട കെട്ടിയിരുന്നു. ആ കൊട്ടയിൽ എന്താ പറയാ, വലിയ ചിരട്ട തുളച്ചിട്ട് കയ്യിലാക്കിയിടും. എന്നിട്ട് അതുകൊണ്ടാണ് കാല് കഴുകുക. പിന്നെ ഇരുന്ന് ഉളു കൊടുക്കാനുള്ള കല്ലിന്റെ സൗകര്യങ്ങൾ, അതൊക്കെ കൂടെ ഒരു പ്രത്യേകമായ ഹൈബത്ത്, ഒരു പ്രത്യേകമായ ഒരു ചൈതന്യം, അതിലൊക്കെ തന്നെ ഒരു ഭയഭക്തി, അത് ഒരു ഭക്തി, ഒരു അടിസ്ഥാന ഭക്തി. ഇതൊരു സാധാരണ കെട്ടിടമല്ല. ഇതിപ്പോ നമ്മളെ വീടും അതൊക്കെ പൊളിച്ചുണ്ടാക്കിയ കെട്ടിടങ്ങളും ആ പള്ളി പൊളിച്ചുണ്ടാക്കിയ നിലവിലെ പള്ളിയും നമ്മളെ വീടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതിന് ഈ പള്ളി പൊളിക്കപ്പെടാനുള്ള അടിസ്ഥാന കാരണം എന്തെന്നാൽ അതിന്
ഈ രൂപത്തിൽ അത് തകർക്കപ്പെട്ട് മാറ്റാനുള്ള ഒരു അടിസ്ഥാന കാരണം 970-കൾക്ക് ശേഷം മലബാറിൽ വന്ന സാമ്പത്തിക അഭിവൃദ്ധികളാണ്. കേരളത്തിൽ പൊതുവെ വന്നു, മലബാറിൽ പള്ളികളുടെ നാടാണല്ലോ മലബാർ. അവ വന്നപ്പോൾ ഗൾഫുകാർ പണം കൊണ്ടുവന്നു. അപ്പൊ ഓരോ ഗൾഫുകാർക്കും അവരവരുടെ മികവൊന്ന് കാണിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി. ചിലർ അവരുടെ അറബികളുടെ ചില ആളുകളായിരുന്നു. അപ്പൊ അറബികൾ പൈസ കൊടുത്തു ചിലർക്ക്, ചില ഗൾഫുകാർ സ്വയം തന്നെ ഏറ്റെടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വീടായാലും പഞ്ചായത്ത് ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും നിയമസഭാ കെട്ടിടമായാലും പള്ളിയുമായി ഒരു വ്യത്യാസവും ഇല്ലാത്ത നിർമ്മിതികൾ, ഒരു ക്ലബിന്റെ നിർമ്മിതിയും ഒരു പള്ളിയുടെ നിർമ്മിതിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത നിർമ്മിതിയാണ് പിൽക്കാലഘട്ടത്തിൽ വന്നത്. അത് 970-കൾക്ക് ശേഷം വന്ന സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു ചീത്തയായ ബൈ പ്രൊഡക്റ്റാണ്. അനാവശ്യമായും പള്ളി പൊളിച്ചു, ആവശ്യത്തിന് മാത്രമല്ല അനാവശ്യമായും പൊളിച്ചു. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എന്തെന്നാൽ, പള്ളി ആളുകൾ കൂടുന്നതിനനുസരിച്ച് പള്ളിയെ ഒന്ന് വിശാലമാക്കുക എന്നത് ആവശ്യം തന്നെയാണ്. പക്ഷെ അവിടെയും നമ്മൾ പഴയ കാലത്തെ ആളുകൾ ശ്രദ്ധിക്കണം. അവര് അകത്തെ പള്ളിയോട് ചേർന്ന ഒരു പുറംപള്ളി, അതിനോട് ചേർന്ന ഒരു കൊലായിപ്പള്ളി, അതിനോട് ചേർന്ന ചെരുവുകള്, ഇതൊക്കെയാണ് അവരുണ്ടാക്കിയത്. അതേ സമയത്ത് നമ്മൾ ചെയ്തത് അതല്ല. അതായത് അകത്തെ നമ്മുടെ പള്ളിയോട് ചേർന്ന ഒരു പുറംപള്ളി രണ്ട് സൈഡിലേക്കും എടുത്ത് ആ കലയെയും ആ ഭയഭക്തിയെ നിലനിർത്താവുന്ന സാഹചര്യങ്ങളെയും ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ആത്മാവിന് ഇന്നും നമുക്കൊരു ഉണർത്ത് കൊടുക്കാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നമ്മൾ ആ പഴയകാല പള്ളികളെ ആശേഷം നമ്മളങ്ങോട്ട് തകർത്തങ്ങോട്ട് തരിപ്പണാക്കി. എന്നിട്ട് എന്തുണ്ടാക്കി? ഈ പുതിയ നിർമ്മിതികൾ ഉണ്ടായി. അങ്ങനെ നമ്മുടെ വാസ്തുകല, പാരമ്പര്യ തനിമ, ആ സാംസ്കാരിക തനിമ, ഒരു പള്ളി എന്ന് കാണുമ്പോൾ അതിനാലുണ്ടാവുന്ന ഒരു ഭയഭക്തി, ബഹുമാനം, അതെല്ലാം സത്യത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഇതൊക്കെ ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അവിടെ വേറെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റെന്തെന്നാൽ, പഴയകാല പള്ളികൾ എന്ന് പറഞ്ഞാൽ ആ പള്ളികളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ധനം, ആ ധനത്തിന് വല്ലാത്തൊരു ശുദ്ധത ഉണ്ടായിരുന്നു. ഒന്ന്, ആ കാലത്ത് ആളുകൾക്ക് ശുദ്ധമായ ധനം മാത്രമാണ് ഉള്ളത്. ആരാണെങ്കിലും മുതലാളി എന്ന് പറഞ്ഞാൽ ഒരു പരക്കെ മുതലാളി ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിലില്ല. ചില ഭൂസ്വത്തുകളിൽ കാർഷിക വൃത്തികളിൽ നിന്ന് ലഭ്യമാകുന്ന ലാഭം, അതേപോലെ തന്നെ ചെറിയ കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ വലിയ ബിസിനസ് ഒന്നും ഇല്ല, നാടൻ കച്ചവടങ്ങളും മരക്കച്ചവടങ്ങളും ഒക്കെ നടത്തിയ ആളുകൾ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല മരം, ആ മരത്തിനെ പള്ളിയിലേക്ക് ദാനം ചെയ്ത് മറ്റുള്ള കൂലിത്തൊഴിലാളികൾ വരെ കഷ്ടപ്പെട്ട്, അപ്പൊ അതിനൊരു സാമ്പത്തിക പരിശുദ്ധി സത്യത്തിൽ നമ്മുടെ പള്ളികൾക്കുണ്ടായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പണം, അറബികൾ കൊടുത്ത പണം, അതിന്റെ ശുദ്ധതയെ പരിശോധിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ഇത്തരം സംഗതികൾ പണം പള്ളിയിലേക്ക് ഉണ്ടാകരുത് എന്ന് പഴയകാല ഖുറൈശികൾ പറയുന്ന ഒരു സാമ്പത്തിക വിശുദ്ധി പോലും, ഖുറൈശികൾ അജ്ഞാനികളാണ്, അവർ ശിർക്കിൽ മുച്ചൂടും മൂടിയവരാ. എന്നിട്ടും കഅബ പൊളിച്ച് പണിതെടുത്തപ്പോൾ ഇന്ന അവ്വല ബൈത്തിൻ ആ പരിശുദ്ധ കഅബാലയം പൊളിച്ച് നന്നാക്കിയപ്പോൾ ഒരു അസാൻമാർഗികതയിൽ സമ്പാദിച്ച ഒരു ധനവും ഇതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന അജ്ഞാനികളും ബഹുദൈവ വിശ്വാസികളുമായ ഖുറൈശികൾക്കുണ്ടായിരുന്ന ഒരു സാമ്പത്തിക വിശുദ്ധ ബോധം പോലും പിൽക്കാലഘട്ടത്തിൽ പള്ളി കമ്മിറ്റികൾക്ക് ഉണ്ടായില്ല. അപ്പൊ ഏത് പണവും വാങ്ങിയിട്ട് അവര് അത് ഉണ്ടാക്കി. ഇന്നിപ്പോ നമ്മൾ അതും പരിശുദ്ധമായ പൂർണ്ണ പരിശുദ്ധിയിലുണ്ടാക്കിയ പള്ളികൾ പൊളിച്ചിട്ടാണ് ശുദ്ധമോ അശുദ്ധമോ എന്നറിയാത്ത ഈ പള്ളികൾ ഉണ്ടാക്കി. ഈ പള്ളി വേറൊരു പ്രശ്നം എന്തെന്നാൽ, ഉദാഹരണം പറയാം, മഹ്സൂബായ പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയിലെ നിസ്കാരത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ഫിഖ് ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വഹീഹായാൽ പോലും കബൂലാവൂല. എന്തുകൊണ്ട്? ആ ഭൂമി ഹറാമിന്റെ ഭൂമിയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ പല പള്ളികളും ശുബഹത്തിന്റെ പള്ളികളാണ്. അതായത് അത് ഹലാലാണോ ഹറാമാണോ എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു അറിവ് നമ്മളെ കയ്യിൽ ഇല്ല. പല അറബികളും ഫായിദയാണ് കൊടുത്തത്. ഇപ്പൊ ഫായിദ എന്ന് പറഞ്ഞാൽ എന്താ? അവര് വേൾഡ് ബാങ്കിലും മറ്റുമൊക്കെ ഇട്ടിട്ട് അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റുകൾ വരെ അറബികൾ കൊടുത്തപ്പോൾ അത് പള്ളി ഉണ്ടാക്കാൻ വരെ നമ്മുടെ വിശുദ്ധ ബോധം നഷ്ടപ്പെട്ടു പോയാൽ അങ്ങനെയാണല്ലോ. ഒരളവോളം, ഞാൻ എല്ലാ പള്ളിയും അങ്ങനെയാണെന്ന് പറയല്ല, അല്ലാന്നും പറയല്ല,
പഴയ കാലത്ത് നമ്മൾ നിലനിരുന്ന പള്ളിയിൽ ഒന്ന് അതിന് റൂഹുണ്ടായിരുന്നു, രണ്ട് അതിൽ ചെലവഴിക്കപ്പെട്ട പണം ശുദ്ധമാണെന്ന് 100% നമ്മൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് ഞാനത് പൂർണ്ണം പലിശപ്പണമാണെന്ന് പറയുന്നില്ലെങ്കിലും ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് കൃത്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് പള്ളിക്ക് ചെലവാക്കിയത് ഇല്ല. അപ്പൊ ആവശ്യമായിട്ടല്ല അനാവശ്യമായിട്ട് ഒരു പള്ളി ഉണ്ടാക്കിയിട്ട് നാട്ടുകാർ പള്ളി ഉണ്ടാക്കി, ആ പള്ളി ഉണ്ടാക്കിയിട്ട് 10 കൊല്ലം കഴിയുമ്പോഴത്തേനും വീണ്ടും അത് പൊളിച്ചിട്ട് വേറെ പള്ളി ഉണ്ടാക്കി. എന്തുകൊണ്ട് വേറെ വേറെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ വിശുദ്ധത എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇന്നിപ്പോ ഈ ആരാധനകൾ സ്വീകരിക്കപ്പെടുവോ അതോ സ്വീകരിക്കപ്പെടൂലേ എന്നതിൽ പോലും നമുക്കൊരു തിട്ടമില്ല. അവസാന കാലത്തെ നമുക്ക് വന്നിട്ടുള്ള വലിയ ഒരു ദുരന്തത്തിൽപ്പെട്ട ഒരു ദുരന്തമാണ്. പഴയ കാലത്ത് ആ പള്ളികൾക്ക് ഉപയോഗിച്ചിരുന്ന ആ സാമ്പത്തിക വിശുദ്ധി അതൊന്നും ഇന്നില്ല. രണ്ട്, ഇന്ന് പഴയകാല മരത്തിന്റെ പള്ളികൾ തകർത്തിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എന്താണ് അതിന്റെ ഭദ്രത, അതിന്റെ ഉരുക്ക് ശക്തി, പഴയ കാലത്തെ പള്ളികൾക്ക് ഉണ്ടായിരുന്ന ആ ശക്തി. ഇപ്പൊ AD 1510 മഖ്ദുമുൽ കബീറുൽ മഅബരി തങ്ങൾ നിർമ്മിച്ച് പൂർത്തിയാക്കിയ പള്ളിപ്പണി പൂർത്തിയായതെന്ന് വില്യം ലോഗൻ സാഹിബ് മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. AD 1510. ഇന്നും ആ ശുദ്ധതയിൽ അത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞു? ഇത് AD 2025. അപ്പൊ എത്ര കൊല്ലം കഴിഞ്ഞു? AD 1510 നിർമ്മിച്ച പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയിൽ 515 കൊല്ലം ഇപ്പൊ കഴിഞ്ഞു. ഇനി ഒരു 500 കൊല്ലം കഴിഞ്ഞാൽ ആ പള്ളിക്ക് ഒന്നും സംഭവിക്കില്ല. എന്തുകൊണ്ട്? അത്രയും കരുത്തുറ്റ മരം കൊണ്ട് ഒരു ഇരുമ്പാണി ഉപയോഗിച്ചിട്ടില്ല, മരത്തിലേക്ക് ചേർത്തു. ഈ ഇരുമ്പാണി ഉപയോഗിച്ചാൽ പ്രശ്നം എന്താ? ഇരുമ്പിന് സമയം കഴിഞ്ഞാൽ തുരുമ്പുടിക്കും, ഇളക്കം സംഭവിക്കും. ഇത് അങ്ങനെയല്ല, പൊന്നാനി പള്ളിയൊക്കെ മരത്തോടാണ് ചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ബലക്ഷയം ഒരു കാലത്ത് സംഭവിക്കില്ല. ഇന്നും AD 1510 ഉണ്ടാക്കിയ പള്ളി പിന്നീട് പോർച്ചുഗീസുകാർ ആക്രമിച്ചിട്ടും കാര്യമായ കേടുപാടൊന്നും പറ്റില്ല. യുദ്ധങ്ങൾ എത്ര കഴിഞ്ഞു അതിനുശേഷം? 515 കൊല്ലം ഇപ്പൊ കഴിഞ്ഞു. ഇനി ഒരു 500 കൊല്ലം നിൽക്കാനോ 1000 കൊല്ലം നിൽക്കാനോ അതിന് കരുത്തുണ്ട്. അതേ സമയത്ത് ഈ സിമന്റ് കോൺക്രീറ്റ് കൂടുകൾ, അതിന് സിമന്റ് കമ്പനി തന്നെ കൊടുക്കുന്ന ആയുസ് 20 കൊല്ലം. അതായത് പഴയകാല ഉരുക്കിന്റെ ശക്തിയുള്ള മരപ്പള്ളികൾ, ആ മരപ്പള്ളികള് ജുമാഅത്ത് പള്ളികളും സ്രാമ്പ്യകളൊക്കെ പൂർണ്ണം മരമായ സ്രാമ്പ്യകൾ ഇഷ്ടം പോലെ നമുക്കുണ്ടായിരുന്നു. പൂർണ്ണ മരം സ്രാമ്പ്യകൾ, നമ്മുടെ മലബാർ നമ്മൾ സ്രാമ്പ്യകൾ എന്ന് പറയും. തെക്കോട്ട് പോയ തൈക്കാവുകൾ എന്ന് പറയും. ഉദാഹരണം ഇടുക്കി, എറണാകുളം, തൃശ്ശൂരിന്റെ ചില ഭാഗങ്ങള്, പിന്നെ കൊല്ലം, കോട്ടയം, ആ ഭാഗത്തൊക്കെ തൈക്കാവുകൾ എന്നാ പറയും. ആ തൈക്കാവുകൾ ഒരു നിലക്കൊരു മറ്റ് സമുദായങ്ങളോടുകൂടെ ഒരു വിശുദ്ധതയിൽ നിന്ന് എടുത്ത പദമാണ് തൈക്കാവ്. ആ തൈക്കാവ്. സ്രാമ്പിയ എന്ന പദം ഒരു പേർഷ്യ പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ് സ്രാമ്പിയ എന്നുള്ള പദം. ഏതായാലും ആ പള്ളികൾക്കൊക്കെ മരപ്പള്ളികളാണ്. ആ പള്ളികൾ പൊളിച്ച് നല്ല ഉരുക്കിനേക്കാൾ കരുത്തുള്ള ആ പള്ളികൾ പൊളിച്ച് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയത് കമ്പനി തന്നെ 20, അതായത് പൈലിംഗ് മുതൽ മേലെയുള്ള കോൺക്രീറ്റ് തട്ട് മച്ച് വരെയും സിമന്റാണ്. സിമന്റ് ഉള്ളിൽ കമ്പി എന്തായാലും തിരുമ്പ് പിടിക്കും. സിമന്റിന് ആകെയുള്ളത് എത്ര ആയുസ്? 20 കൊല്ലം. ഏറി വന്നാൽ 25 കൊല്ലം. 25 കൊല്ലം കൊണ്ട് പള്ളി വീണ്ടും പൊളിച്ചുണ്ടാക്കേണ്ടി വരും. അപ്പൊ ഈ അനാവശ്യം അതൊക്കെ ഗൾഫുകാർ എന്ത് ചെയ്തു? അവരവരുടെ മികവ് കാണിക്കാൻ വേണ്ടി നൂറ്റാണ്ടുകൾ ഇനിയും കേടുകൂടാതെ നിലനിൽക്കേണ്ട പള്ളികളെ പൊളിച്ച് തകർത്ത് തരിപ്പണാക്കി. അക്കാലത്തിന് മുണ്ട് മുറുക്കി ഉടുത്ത് പണം കൊടുത്ത സാധുക്കള്, അതായത് വൈകുന്നേരം വരെ അട്ടകടക്കടിക്കുന്ന പാടത്ത് പണിയെടുത്തിട്ട് ഉള്ളതിൽ നിന്ന് ദിവസം ഉരി നെല്ല് എന്ന പോലെ അവരൊക്കെ മിച്ചം വെച്ച നെല്ല്, 1 പറ 2 പറ നെല്ലാണ് അവർ കൊടുത്തത്. അങ്ങനെ അവരൊക്കെ ജാരിയത്തായ സദഖയാണിത്. ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് വിചാരിച്ചതും ശക്തമായ ഭദ്രതയുള്ള ആ പള്ളികളുമാണ് അവരുടെ ആ ഒരു നന്മ പോലും മറന്ന് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞ്. അപ്പൊ ആ കുരുത്തക്കേട് നമുക്കുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഇതിന് വന്ന അബദ്ധങ്ങൾ വളരെ വലുതാണ്. ഒന്ന്, ഇതിന്റെ സാമ്പത്തികമായ അടിസ്ഥാനം
ഈ പള്ളികൾക്കില്ല. രണ്ട്, അതിന് ശക്തമായ ഒരു ശക്തിയില്ല, ഭദ്രതയില്ല, അതിന് ഉറപ്പില്ല. അതിന് അത്ര ശക്തമായി ഉറപ്പുണ്ട് എന്നത് ഇന്നത്തെ പള്ളികൾക്ക് ഉറപ്പില്ല. മൂന്ന്, അതിനോടനുബന്ധിച്ച ഉദാത്തമായ നമ്മുടെ മാപ്പിള മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെയും സാംസ്കാരികമായ ചിഹ്നങ്ങൾ, അതിന്റെ കലകൾ, വാസ്തുകലകൾ, ഇതെല്ലാം നമ്മൾ എന്തായി പുതിയത് ഞാൻ പറഞ്ഞില്ലേ, പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടവും പള്ളിയുടെ കെട്ടിടവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഒരു വ്യത്യാസവും ഇല്ല. ഒരു പള്ളിയാകുമ്പോൾ സ്വാഭാവിക പള്ളിക്ക് തൂണുകളുണ്ട്. മുസ്തഫ നബിയുടെ പള്ളിക്കും എന്തുണ്ട്? കാലഘട്ടത്തിൽ നമ്മുടെ എഞ്ചിനീയർമാർ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് തൂണില്ലാത്ത പള്ളി ഉണ്ടാക്കാനാണ്. അപ്പൊ തൂണില്ലാത്ത പള്ളി എന്ന് പറഞ്ഞാൽ കൊളോസിയം പോലെയാണ്, അത്രേ അർത്ഥമുള്ളൂ. അതായത് അതിന് തൂണില്ല. കൊളോസിയത്തിന് ഒരു മാർക്കറ്റ് മാത്രമാണ്, ആത്മാവ് മാത്രമാണ് അവർ പള്ളിക്ക് കണ്ടത്. നമ്മളെ പള്ളിക്ക് തൂണില്ല, അത്രയും വലിയ പള്ളി തൂണില്ലാതെ നിൽക്കുന്നു എന്നൊക്കെയാണ് അവർ കണ്ടത്. പള്ളിക്ക് തൂണ് വേണം. എന്തുകൊണ്ട്? ഇപ്പൊ അകത്തെ പള്ളി, ചെറിയ അകത്തെ പള്ളിക്ക് വരെ 6 തൂണുകൾ ഉണ്ടായിരുന്നു ഞങ്ങളെ നാട്ടിൽ. എന്തിനാ? ഒരു നിസ്കാരം കഴിഞ്ഞാൽ മുൻസഫിൽ ആളുകൾ അങ്ങോട്ടും കൊണ്ട് സുന്നത്ത് നിസ്കാരത്തിന് മാറിക്കും, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? തൂണിന് ചാരി നിൽക്കും. ഒരു 3 മുഴത്തിനുള്ളിലെങ്കിലും അയാൾക്ക് എന്ത് വേണം? ഒരു തൂണോ മറയോ ചുമയോ വേണമല്ലോ. ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല. ആ സുന്നത്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. തൂണേയില്ല. മദീന പള്ളിയിൽ ആയിഷാബിയുടെ പേരിൽ തൂണുണ്ട്, തൗബയുടെ പേരിൽ തൂണുണ്ട്, ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു ഇങ്ങനെ ഓരോരുത്തർക്കും പേരിലും തൂണുകളുണ്ട്. എത്രയാ തൂണുകൾ ഹബീബ റസൂലുള്ളാഹിന്റെ പള്ളിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കലാപരമായ വർക്കുകള്, അതിന്റെ ഇത്തരം ഇബാദത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം പിൽക്കാലഘട്ടത്തിൽ വന്ന കോൺക്രീറ്റ് കെട്ടുകൾ തകർത്ത് കളഞ്ഞു. അതാ ഇന്നത്തെ പള്ളികൾ എന്ന് പറഞ്ഞാൽ ക്ലബിൽ നിന്ന് അതിന്റെ നിർമ്മിതിയിൽ ഒരു വ്യത്യാസമല്ല. പിന്നെ നമ്മൾ സങ്കല്പിക്കണം, ഇത് ക്ലബാണ്, ഇത് പള്ളിയാണ്. ഇത് പള്ളിയാണെന്ന് അറിയിക്കുന്ന ചിഹ്നങ്ങളൊന്നും ആധുനിക പള്ളികൾക്ക് ഒന്നുമില്ല. ഹൗളിപ്പ ഇല്ലാതെയായി. പഴയകാലത്തെ ഹൗൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഹൗലിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അതിന്റെ ഒരു മനസ്സിന്റെ ഭംഗി പറഞ്ഞാലും തീരില്ല. അപ്പൊ അങ്ങനെയുള്ള നേട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനുപയോഗിച്ച പണം, കേവലം പണക്കാരുടെ പണത്തെക്കാളും വലുതാണ് സാധുക്കളായ മനുഷ്യരുടെ പണത്തിന്റെ വില. ആ സാധുക്കൾ, പണക്കാരുടെ പണത്തിന് വില ഇല്ല എന്നല്ല. ഞാന് അബ്ദുൽ ഹമീദ് രണ്ടാമൻ തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയ ഒരു സന്ദർഭം, ഒരു കാര്യം സാന്ദർഭികമായി ഇത് പറയുമ്പോൾ ഓർത്തു പോവാണ്. അബ്ദുൽ ഹമീദ് രണ്ടാമനെ നിങ്ങൾക്കറിയാലോ. അതായത് ഒട്ടോമൻ ഖിലാഫത്തിന്റെ അവസാനത്തെ ഗ്രീസിലേക്ക് യുവ തുർക്കികൾ നാടുകടത്തിയ മുസ്ലിം ഉമ്മത്തിന്റെ രോമാഞ്ചമായ വലിയ മഹാനായ ചക്രവർത്തിയായിരുന്നു അബ്ദുൽ ഹമീദ് രണ്ടാമൻ. അദ്ദേഹം തന്റെ ആത്മകഥയിൽ വിവരിക്കുന്ന ഒരു ഭാഗം, അദ്ദേഹത്തിന് പൂർവിക കാലത്തെ ഒരു വല്യുപ്പ, ഒരു ഒട്ടോമൻ ഖിലാഫത്തിൽ ഖലീഫമാരുടെ കൂട്ടത്തിലെ ഒരു ഖലീഫയായ ഒരു വല്യുപ്പ ഒരു സ്വന്തം സമ്പത്തിൽ നിന്നൊരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഖജനാവിൽ നിന്നല്ല, സ്വന്തം സമ്പത്ത് കൊണ്ടൊരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പള്ളി ഉണ്ടാക്കിന്റെ പണി നടന്നുകൊണ്ടേയിരിക്കുക. ഒരുപാട് ജോലിക്കാർ, തൊഴിലാളികൾ, സൗകര്യങ്ങൾ കൊണ്ട് പള്ളി നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ആ നിർമ്മിക്കുന്നതിനിടയിൽ ഈ ചക്രവർത്തി ഒരു സ്വപ്നം കണ്ടു. അബ്ദുൽ ഹമീദ് വല്ലിപ്പയാണ് ചെയ്യുന്നത്. അദ്ദേഹം സ്വപ്നം കാണുക. എന്താ സ്വപ്നം? അദ്ദേഹത്തെ ഉപയോഗിച്ച, പള്ളിക്ക് വേണ്ടി ഉപയോഗിച്ച വലിയ സമ്പത്ത് ത്രാസിന്റെ ഒരു തട്ടിലും ഒരു ചെറിയ കട്ടിത്തൈരിന്റെ പാത്രം മറുതട്ടിലും വെച്ച് തൂങ്ങുമ്പോൾ ഈ ചെറിയ കട്ടിത്തൈരിന്റെ പാത്രമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ മുൻതൂക്കം തൂങ്ങുന്നത്. മുതലാളിയായ, സമ്പന്നനായ, പ്രഭുവായ അദ്ദേഹം പള്ളിക്ക് പണം കൊടുത്ത പണത്തെക്കാളും വലിയതാണ് എന്ത്? ഈ കട്ടിത്തൈരിന്റെ ചെറിയ പാത്രം എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് പള്ളിയോടനുബന്ധിച്ചാണ് ഈ സ്വപ്നം, പള്ളിക്ക് വേണ്ടി ചെലവാക്കിയ പണത്തെ കുറിച്ചാണ് സ്വപ്നം കണ്ടത്. അപ്പൊ അദ്ദേഹത്തിന് നേരം തെളിയിച്ചപ്പോൾ വല്ലാത്തൊരു വൈഷണ്യം തോന്നി. എന്താണ് ഇതിങ്ങനെ സംഭവിച്ചത്? എന്താ കാര്യം? ഏതായാലും അദ്ദേഹം പള്ളി ഉണ്ടാക്കുന്ന അവിടേക്ക്, ആ തൊഴിലാളികളുടെ അടുത്തേക്ക്, അവർ തൊഴിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കവേ പച്ചപ്പകലിൽ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് തൊഴിലാളികളെ മുഴുവനും ഒരിടത്തേക്ക് ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ പണം തരുന്നില്ലേ? അതേ ഉണ്ട്. ഞാൻ നിങ്ങളെ തൊഴിലിനെയും വേണ്ടതിനെയൊക്കെ ആദരിക്കുന്നില്ലേ? അത് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നില്ലേ? ഉണ്ട്.
പിന്നെ എന്താണ് നിങ്ങൾ ആരെങ്കിലും ഞാൻ തരുന്ന പണത്തെയും മറികടന്ന് എന്തെങ്കിലും ഒരു സംഭാവന നിങ്ങൾ ആരെങ്കിലും ഈ തൊഴിലിനിടയിൽ സ്വീകരിച്ചിരുന്നോ? എല്ലാ തൊഴിലാളികളും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ആരും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല പ്രഭു, അങ്ങയുടെ പണം കൊണ്ട് മാത്രം ഞങ്ങൾ കൂലിയായി സ്വീകരിക്കുന്നത്, അതിന് ഞങ്ങൾക്ക് ധാരാളമുണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിയിട്ടില്ല എന്നും. കൂട്ടത്തിൽ ഒരു തൊഴിലാളി എണീറ്റു. ആ തൊഴിലാളി പറഞ്ഞു, പ്രഭു, ഞാനൊന്നും വാങ്ങിയിട്ടില്ല എന്നത് ശരിയാ, പക്ഷേ ഞാനും ഒന്നും വാങ്ങിയില്ല. പക്ഷേ ഇന്നലെ പള്ളിക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന്റെ തൊഴിലിന്റെ ഇടയിൽ ഞാൻ തളർന്നിരിക്കുന്ന നേരത്ത് ഒരു സാധുവായ വൃദ്ധ സ്ത്രീ ഒരു കട്ടിത്തൈരിന്റെ പാത്രവുമായി ഇതിലെ പോയിരുന്നു. അപ്പോൾ അവർ എനിക്കൊരു ചെറിയ പാത്രം കട്ടിത്തൈര് തന്നു. അത് ഞാൻ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കവേ അങ്ങയുടെ ധനത്തിൽ നിന്നല്ലാതെ ഒന്നും ഞാൻ ആസ്വദിച്ചിട്ടില്ല, അനുഭവിച്ചിട്ടില്ല, വാങ്ങിയിട്ടില്ല. ആകെ ഞാൻ ഈ തൊഴിലിൽ ഏർപ്പെട്ടിട്ട് അനുഭവിച്ചത് ഇന്നലെ ഒരു വൃദ്ധയായ സാധുവായ സ്ത്രീ ഇതുവരെ കടന്നു പോയപ്പോൾ അവരിൽ നിന്ന് ഈ പള്ളിപ്പണിയുടെ സന്ദർഭത്തിൽ ഞാൻ തളർന്നിരിക്കുമ്പോൾ വാങ്ങിയ ഒരു ചെറിയ കട്ടിത്തൈരിന്റെ പാത്രം മാത്രമാണ്. അപ്പോൾ രാജാവിന് കാര്യം ബോധ്യപ്പെട്ടു. എന്ത്? ആ സാധുവായ സ്ത്രീ പള്ളിപ്പണിയെടുക്കുന്ന ഈ തൊഴിലാളിക്ക് എവിടുന്നോ ശുദ്ധമായ ധനം ഉപയോഗിച്ച് വാങ്ങിക്കൊണ്ടുവന്ന ഒരു പാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷെ അവരുടെ തന്നെ പശുവിന്റെ ഒരു തൈരായിരിക്കും അത് ഒരു തൊഴിലാളിക്ക് കൊടുത്തപ്പോൾ പള്ളി പണിയെടുക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളിൽ നിന്ന് ഒരു തൊഴിലാളിക്ക് ഈ പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കൊടുത്ത ആ തൈരിന്റെ ചെറിയ പാത്രമാണ് എന്തിനേക്കാൾ തൂങ്ങിയത്. രാജാവ് പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയത്തെക്കാൾ കൂടുതലാണ് ഇതിന് മുൻതൂക്കം ഉണ്ടായത്. എന്തുകൊണ്ട്? പ്രഭുവിന്റെ ധനം ശുദ്ധമാണെന്നത് നീ എപ്പോഴും ഉറപ്പുണ്ടാവില്ല. അതേ സമയത്ത് സാധുവിന്റെ ധനം എപ്പോഴും ശുദ്ധമാണ് എന്നത് ഉറപ്പാക്കൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇതിലേക്ക് നമ്മൾ ഒരു പള്ളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഓർത്തു പോരാ. അപ്പൊ ഇതിലേക്ക് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പഴയ കാലത്തെ ഒന്നോ രണ്ടോ നാട്ടിലെ മുതലാളിമാർ അവരെ ശുദ്ധമായ പണമുള്ളവർ, ബാക്കിയുള്ള തൊഴിലാളികൾ 100% വിയർപ്പൊഴുക്കിയ അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ ഉരുക്ക് പോലെ ഉരുക്കിനേക്കാൾ കരുത്തുള്ള പള്ളികൾ പൊളിച്ചിട്ടാണ് ഹലാലും ഹറാമും ഉറപ്പില്ലാത്ത പുതിയ പള്ളികൾ നമ്മൾ ഉണ്ടാക്കിയത്. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ നന്മ, നമ്മുടെ രീതികൾ എല്ലാം തകർത്തു എന്ന് മാത്രമല്ല, പള്ളിയും പഞ്ചായത്ത് ഓഫീസും തമ്മിൽ, രാഷ്ട്രീയക്കാരെ ഓഫീസും പള്ളിയും തമ്മിൽ വ്യത്യാസമില്ലാതെ ആയപ്പോഴാണ് നമ്മുടെ യൂത്തിന് ഭയഭക്തിയുടെ ഒരു മാനദണ്ഡം ഇല്ലാതായത്. അപ്പോൾ പിന്നെ ലിബറലിസ്റ്റ് ആകാൻ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സംശയം ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായാൽ തന്നെ ഒരു പള്ളി കയറി 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴത്തേന് ആ സംശയം ഇല്ലാതാവും. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ മലക്കുകളും മറ്റുമൊക്കെ ആ പള്ളികളിൽ താമസിച്ചിരുന്നു. ഇവൻ അള്ളാഹുവേ എന്റെ മനസ്സിലെ സംശയം നീക്കി തരണമേന്ന് പറയുമ്പോ തൊട്ടടുത്ത് ആ പള്ളിയിൽ ആ ശുദ്ധമായ ധനം കൊണ്ട് ഉപയോഗിച്ച ആ ഭയഭക്തിയുടെ ആ പള്ളിയിൽ തൊട്ടടുത്തൊരു മലക്ക് ആമീൻ ഉണ്ടാവുമല്ലോ. കോഴി കൂവുന്നിടത്ത് നിങ്ങൾ ദുആ ചെയ്യണം, അവിടെ മലക്ക് ആമീൻ പറയും. അപ്പോൾ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഹബീബ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്കിൽ പള്ളി കയറി ഒരു യുവാവ് ദുആ ചെയ്യുമ്പോൾ, ഒരു സാധാരണക്കാരൻ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയും, മലക്ക് ആമീൻ പറയുന്നത് ഉറപ്പല്ലേ? അങ്ങനെയുള്ള മലക്കുകൾ താമസിച്ചിരുന്ന, മലക്കുകൾ ഇബാദത്തിന് വന്നിരുന്ന ആ ശുദ്ധമായ പള്ളികൾ 970 ശേഷമുള്ള ഗൾഫ് പണത്തിന്റെ ആധിക്യത്തോടുകൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതും ഇന്നത്തെ ലിബറലിസവും നിരീശ്വരവാദവും വളരാനൊരു കാരണം ആണ്. എന്തുകൊണ്ട്? ഒരു ആദരിക്കപ്പെടേണ്ട ഒരു സിംബലിനെ ഇന്ന് നമ്മുടെ യൂത്തിന് കാണാൻ കഴിയുന്നില്ല, ഇല്ല, നാട്ടിലില്ല. അപ്പൊ ഇനിയെങ്കിൽ നമ്മൾ വേണ്ടത് നമ്മുടെ യുവാക്കൾ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ അവരൊക്കെ ചേർന്ന് ചെയ്യേണ്ടത് പരമാവധി ഇനിയെങ്കിലും നിലനിർത്താൻ കഴിയുന്ന അത്ര പള്ളികൾ അതിന്റെ തനിമയിൽ പഴയകാല നിർമ്മിതികളെ നിലനിർത്താൻ, അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യും. നമ്മൾ ഒരു നല്ല ഒരു വർക്ക് ചെയ്താൽ ഇനി 1000 കൊല്ലം നിലനിൽക്കാൻ ഖിയാമത്ത് നാൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളതല്ല, 1000 കൊല്ലം നിലനിൽക്കാനും പൊന്നാനി പള്ളിക്ക് കഴിയും. അതിന് സമാനമായ നല്ല നല്ല പള്ളികൾ അവിടെ എവിടെയും തൈക്കാവുകളൊക്കെ ഇനിയും ഉണ്ട്.
അതൊക്കെ നമ്മുടെ സാംസ്കാരിക തനിമയുടെയും മതചിഹ്നത്തിൻ്റെയും ദൃഢതയുള്ള സിംബലുകളായി നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നേതാക്കളും നാട്ടുകാരും നാട്ടുകാരണവന്മാരും പണ്ഡിതരും എല്ലാവരും മതസംഘടനകളും എല്ലാവരും ബോധവൽക്കരണം നടത്തുന്നത് ഇത്തരുണത്തിൽ നന്നായിരിക്കും. മതപരമായ ചിഹ്നങ്ങളും ഭയഭക്തിയുടെ ഉദാഹരണങ്ങളൊക്കെ നാട്ടിൽ നിന്ന് എടുത്തുപോയാൽ പിന്നെ ആത്മാവിലേക്ക് ഭയത്തിനൊരു നിദാനമായി സ്വീകരിക്കാൻ ഒരു നിശാനി, ഒരു സിമ്പൽ ഉണ്ടാവൂല. അങ്ങനെ വരുമ്പോൾ ലിബറലിസം നമ്മുടെ യൂത്തിന് സാധാരണമായി തീരും. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും നല്ല ഒരു ചോദ്യം അയച്ചിരുന്ന നസീം പാണ്ടിക്കാടിന് ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുന്നു. വളരെ നല്ല ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. മറ്റൊരു ചോദ്യവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.